ഹിന്ദുവിന്റെ മഹാഭൂരിപക്ഷം വരുന്ന ഹിന്ദുക്കളെയും, അതായത് ക്ഷേത്രത്തിലെ പൂജാരിമാര്, തന്ത്രിമാര്, ക്ഷേത്രത്തിലെ ജീവനക്കാര് അടക്കം കമ്മ്യൂണിസ്റ്റുകാരാണ് 90%. നമസ്കാരം മാന്യപ്രേക്ഷകരെ, വലിയ സ്നേഹ നമസ്കാരം. നമ്മൾ വലിയൊരു ഉദ്യമം ഏറ്റെടുത്തത് കൊണ്ടാണ് ഈ ഒരു അഭ്യർത്ഥന നിങ്ങൾക്ക് മുൻപിൽ വെക്കുന്നത്. മറ്റൊന്നുമല്ല, STPI പോപ്പുലർ ഫ്രണ്ട് മത ഭീകര സംഘടനകൾ നമ്മുടെ ഒരു സംഘപ്രവർത്തകനെതിരെ കള്ളക്കേസ് ചുമത്തിക്കൊണ്ട് ഒരുപാട് വർഷങ്ങളോളം ജയിൽ ശിക്ഷ കിട്ടാവുന്ന, ഒരു പക്ഷേ ആജീവനാന്തകാലം ജയിൽ ശിക്ഷ കിട്ടാവുന്ന ഒരു കുറ്റത്തിലേക്ക് വ്യാജപ്രതിയായി ചേർത്തുകൊണ്ട് നടത്തിയ വലിയൊരു ആസൂത്രണം, അതിനെതിരെ നിയമപരമായിട്ട് പോരാടാൻ വേണ്ടി നമ്മുടെ സംഘ സഹോദരനെ സാമ്പത്തികമായിട്ട് വലിയൊരു ബാധ്യത വരുന്നത് കൊണ്ട് തന്നെ നമ്മൾ എല്ലാവരും സഹായിക്കേണ്ടതുണ്ട്. അതിന് വേണ്ടിയിട്ടുള്ള ഒരു അപേക്ഷയ്ക്ക് വേണ്ടി മാത്രമാണ് എല്ലാ വീഡിയോയിലും ഞാൻ കുറെ നാളുകളായി പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. കാരണം അതിന്റെ വലിയൊരു ഉത്തരവാദിത്തം ഞാൻ ഏറ്റെടുത്തിരിക്കുകയാണ്. ഇനി ഇതിന്റെ വിശദ വിവരങ്ങൾ, അതായത് കൂടുതൽ വിവരങ്ങൾ ഈ കേസുമായി ബന്ധപ്പെട്ടൊക്കെ അറിയണമെന്നുണ്ടെങ്കിൽ നമ്മുടെ ഓരോ വീഡിയോയുടെയും ആദ്യ കമന്റ് നിങ്ങളൊന്ന് പരിശോധിക്കുക. അതിൽ പിൻ ചെയ്ത് വെച്ചിട്ടുള്ള ആ കമന്റിൽ ഒരു ലിങ്ക് നമ്മൾ കൊടുത്തിട്ടുണ്ട്. അത് മുൻപ് നമ്മൾ ഈ വിഷയമായിട്ട് ബന്ധപ്പെട്ട് ചെയ്ത വീഡിയോ ആണ്. ഞാനും ജാമിദ ടീച്ചറും കൂടി ചെയ്തൊരു വീഡിയോ ആണ്. അതുകൊണ്ട് പരമാവധി എല്ലാവരും അവരവരാൽ കഴിയുന്ന രീതിയിൽ നമ്മുടെ സംഘ സഹോദരനെ സഹായിക്കുക. അതിന് വേണ്ടിയിട്ടുള്ള അക്കൗണ്ട് ഡീറ്റെയിൽസും അതുപോലെ ഗൂഗിൾ പേ നമ്പറുകളും എല്ലാം ഇതിൽ വ്യത്യസ്ത സ്ഥലങ്ങളിൽ കൊടുത്തിട്ടുണ്ട്. മാക്സിമം ആളുകൾ സഹകരിക്കുക, സഹായിക്കുക എന്നൊരു അപേക്ഷ വയ്ക്കുകയാണ്. നന്ദി, നമസ്കാരം. അതായത് അമ്പലത്തിൽ കയറി പൂജിക്കുന്ന പൂജാരിമാരിൽ 90% പേരും വിശ്വാസമില്ലാത്ത കമ്മ്യൂണിസ്റ്റുകാരാണ്. അവരുടെ ഇടയിൽ കമ്മ്യൂണിസ്റ്റ് ട്രേഡ് യൂണിയൻ ഉണ്ടാക്കി അവരെ സംഘടിപ്പിച്ച് അവരെ ക്ഷേത്രത്തിനെതിരായിട്ട് തിരിക്കുമ്പോൾ പല ബിഷപ്പുമാരെയും അച്ഛന്മാരെയും ഇടതുപക്ഷ ലൈനിലേക്ക് കൊണ്ടുവരുമ്പോൾ ഒരൊറ്റ മുസ്ലിം പുരോഹിതന്റെ അവിടെയും CITU യൂണിയൻ ഉണ്ടാക്കാൻ CPM തയ്യാറല്ല. ധൈര്യമുണ്ടെങ്കിൽ ഉണ്ടാക്കട്ടെ. ഏതെങ്കിലും ഒരു മുസ്ലിം ദേവാലയത്തിലോ അല്ലെങ്കിൽ അവരുടെ സംഘടനകളിലോ അവരുടെ സ്ഥാപനങ്ങളിലോ CITU യൂണിയൻ ഉണ്ടാക്കട്ടെ. എന്നിട്ട് അവരുടെ ചൂഷണത്തിന് എതിരായിട്ട് സംഘടിപ്പിക്കട്ടെ, സമരം സംഘടിപ്പിക്കട്ടെ, അവരുടെ അവകാശങ്ങൾക്ക് വേണ്ടി പോരാട്ടം നടത്തട്ടെ. ഇതൊന്നുമില്ല, വാരിക്കോരി കൊടുക്കുകയാണ്. അപ്പോൾ സംഘടിത ഇസ്ലാമിക ശക്തിയുടെ തോളത്ത് കൈയിട്ടുകൊണ്ട് തീവ്രവാദ ശക്തികളെ ഒപ്പം കൂട്ടിക്കൊണ്ട് ഇസ്ലാമിക തീവ്രവാദം, അതായത് ഇസ്ലാമിക് സ്റ്റേറ്റിന് വേണ്ടിയും കമ്മ്യൂണിസ്റ്റ് സ്റ്റേറ്റിന് വേണ്ടിയുമുള്ള പോരാട്ടം തോളോട് തോൾ ചേർന്ന ഒരു മുന്നണിയാക്കി നടത്തിക്കൊണ്ടു പോകുന്ന ഒരു രാഷ്ട്രീയ അടവ് നയമാണ് CPM ഇന്ന് സ്വീകരിച്ചിരിക്കുന്നത്. പക്ഷെ സത്യത്തില് ഇത് അടവ് നയം CPMന്റേതല്ല, ഇത് പൊളിറ്റിക്കൽ ഇസ്ലാമിൻ്റെതാണ്. പൊളിറ്റിക്കൽ ഇസ്ലാമിന് ഹിന്ദു വിഭാഗത്തിൽപ്പെട്ട ഏറ്റവും വലിയ രാഷ്ട്രീയ പാർട്ടിയെ അവർക്കൊപ്പം കിട്ടിയിരിക്കുകയാണ്. ഇപ്പൊ എല്ലാവരും പറയും ഹിന്ദു രാഷ്ട്രീയ പാർട്ടി BJP ആണ്. ഒരിക്കലുമല്ല. അതായത് BJPയിലുള്ള ഹിന്ദുക്കളുടെ ജനസംഖ്യ എടുത്താൽ എത്ര വരും? അതിനേക്കാളൊക്കെ എത്രയോ മടങ്ങ് ജനങ്ങൾ, ഹിന്ദുക്കൾ CPMലുണ്ട് അല്ലെങ്കിൽ CPIയിലുണ്ട്. അപ്പൊ ഹിന്ദു മഹാഭൂരിപക്ഷത്തെ നിരീശ്വരവാദികളാക്കി നിലനിർത്തിക്കൊണ്ട് അവരെ കമ്മ്യൂണിസ്റ്റ് സംവിധാനത്തിനകത്ത് നിർത്തി പൊളിറ്റിക്കൽ ഇസ്ലാമും കൂടെ കൂടിച്ചേർന്ന് ഇതൊരു ഭൂരിപക്ഷ സംവിധാനമാക്കി കേരളത്തിൽ നിലനിർത്തുകയാണ്. ആ ഭൂരിപക്ഷത്തിന്റെ കീഴിലാണ് ഇവിടെ പഞ്ചായത്ത് മുതൽ പാർലമെന്റ് മെമ്പർമാരെ വരെ CPM ഉണ്ടാക്കുന്നത്. അപ്പോൾ ഇങ്ങനെയുള്ള ഒരു കൂട്ടുകെട്ടിന് ശത്രുക്കൾ വേണം. അതിന് മറുവശത്ത് നിൽക്കുന്ന ശത്രുക്കളിൽ ഏറ്റവും കനത്ത ശത്രു, ഏറ്റവും സംഘടിത വോട്ടുള്ള 19%, ജനസംഖ്യയിൽ 19% വരുന്ന ന്യൂനപക്ഷങ്ങളിൽ 2ാം സ്ഥാനമുള്ള ക്രൈസ്തവരാണ്. നിയമപരമായി സംവരണപരമായി ഗവൺമെന്റിലെ ആനുകൂല്യങ്ങളുടെ രംഗത്ത് വരുമ്പോൾ ന്യൂനപക്ഷങ്ങൾക്ക് കൊടുക്കേണ്ട ആനുകൂല്യങ്ങളെ 2ആയി വേർതിരിക്കുന്നതും ഈ ഇടതുപക്ഷമാണ്. അതായത് ന്യൂനപക്ഷങ്ങൾക്ക് കൊടുക്കുന്ന ആനുകൂല്യങ്ങളെ 80:20 എന്നാക്കി. എന്ന് പറഞ്ഞാൽ 100 രൂപ ന്യൂനപക്ഷങ്ങൾക്ക് കൊടുത്താൽ അതിൽ 80 രൂപ മുസ്ലിമിന് കൊടുക്കും, 20 രൂപ ക്രിസ്ത്യാനിക്ക് കൊടുക്കും. ബാക്കിയുള്ള ന്യൂനപക്ഷം സ്വാഹ, അവിടെ ചിന്ത പോലും ഇല്ല. ഇതിനെതിരെ ഇന്ന് ക്രൈസ്തവ സമൂഹത്തിനിടയിൽ ശക്തമായിട്ടുള്ള പ്രതിഷേധം ഉണർന്നിട്ടുണ്ട്. ഈ 80:20 എന്നുള്ളത് സ്വീകാര്യമല്ല എന്ന് തുറന്നു പറയുന്നുണ്ട്. എന്തായാലും അങ്ങനെയുള്ള ഒരു വലിയ ചൂഷണം, വലിയ ആക്രമണം ഇന്ന് നടന്നുകൊണ്ടിരിക്കുകയാണ് ക്രൈസ്തവരുടെ മേൽ. ഇത് ക്രൈസ്തവ സമൂഹം വളരെ വ്യക്തമായി തിരിച്ചറിഞ്ഞ ഒരു രംഗമാണ്. മുനമ്പം വിഷയം, വഖഫ് വിഷയം വന്നപ്പോൾ ഇത് ക്രൈസ്തവർക്ക് വളരെ വ്യക്തമായി മനസ്സിലായി. കാരണം അവര് കൃത്യമായും ഇസ്ലാമിനോടൊപ്പം നിൽക്കുന്നു. വഖഫിന്റെ വിഷയത്തിൽ ഒരു വിട്ടുവീഴ്ചയും ഇല്ലാത്ത പൊളിറ്റിക്കൽ ഇസ്ലാമിന്റെ നിലപാടുകളോടൊപ്പം ഭരണകക്ഷിയായിട്ടുള്ള ഇടതുപക്ഷം നിലയുറപ്പിച്ചു. അപ്പോൾ UDFനെ സംബന്ധിച്ചിടത്തോളം മറ്റൊന്നും ചിന്തിക്കാനില്ല, അവരും ആ പക്ഷത്ത് നിലയുറപ്പിച്ചു. ശരിക്കും പറഞ്ഞാൽ കേരളത്തിലെ കോൺഗ്രസിന്റെയും UDFന്റെയും അജണ്ട നിശ്ചയിക്കുന്നത് ഇവിടുത്തെ ഇടതുപക്ഷമാണ്, CPM ആണ്. അപ്പോൾ CPMനും ഇടതുപക്ഷത്തിനുമുള്ള ക്രൈസ്തവ വിരോധത്തെ മറ നീക്കി പുറത്തു കൊണ്ടുവന്ന ഒരു സമരവേദിയാണ് മുനമ്പം സമരവേദി. അവരുടെ പ്രഖ്യാപിത നിലപാടുകൾ ഇന്ത്യയിൽ സാധിച്ചില്ലെങ്കിൽ പോലും കേരളത്തിലെങ്കിലും
ഒരു ശരീഅത്ത് ഭരണം, ഇസ്ലാമിക ഭരണം, ഇസ്ലാമിക് സ്റ്റേറ്റ് നിലവിൽ കൊണ്ടുവരിക എന്നുള്ളതിന് ശക്തമായ പിന്തുണ കൊടുത്ത് അത് നടപ്പിൽ വരുത്താൻ വേണ്ടിയാണ് ഇവിടുത്തെ കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനം പരിശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ കമ്മ്യൂണിസ്റ്റുകാരുടെ പ്രഥമവും പ്രധാനവുമായ ലക്ഷ്യം ഇസ്ലാമിക് സ്റ്റേറ്റിന്റെ സ്ഥാപനമാണ്, ശരീഅത്തനുസരിച്ചിട്ടുള്ള ഭരണമാണ്. അതിനുവേണ്ടി ഭരണകൂടത്തിൽ എന്ത് വിട്ടുവീഴ്ച ചെയ്യാനും, തെരഞ്ഞെടുപ്പുകളിൽ എന്ത് കൃത്രിമം നടത്താനും, എത്ര അവിശുദ്ധമായ കൂട്ടുകെട്ടുണ്ടാക്കാനും CPM-ഉം CPM നേതൃത്വം കൊടുക്കുന്ന LDF-ഉം ഇന്ന് തയ്യാറാണ്. ഇതാണ് നമ്മൾ ഇന്ന് കേരളത്തിൽ കണ്ടുകൊണ്ടിരിക്കുന്ന രാഷ്ട്രീയ യാഥാർത്ഥ്യം. സാർ, നമുക്കറിയാം, ഇപ്പൊ മുൻപം വിഷയം സാറ് പറഞ്ഞു, അതുപോലെ തന്നെയാണ് നമുക്കറിയാം നാർക്കോട്ടിക് ജിഹാദ് ആയാലും ലവ് ജിഹാദ് ആയാലും ഈ വാക്കുകളൊക്കെ നമ്മൾ ഒരുപാട് ഈ അന്തരീക്ഷത്തിൽ മുഴങ്ങി കേട്ടുകൊണ്ടിരിക്കുന്ന ഒരു സംഭവം തന്നെയാണ്. ഇപ്പൊ പാലാ ബിഷപ്പിന് നേരെ അവരുടെ പള്ളി അങ്കണത്തിൽ ഇന്റേണലായി നടന്ന അവരുടെ ആ സഭയിലെ വിശ്വാസികളോട് പറഞ്ഞ ഒരു പ്രസംഗത്തെ ആസ്പദമാക്കി പോലും ഈ പാലാ ബിഷപ്പിനെതിരെയും ഇസ്ലാമിക പൊളിറ്റിക്കൽ ഇസ്ലാം എന്ന് വിളിക്കുന്ന എന്നാൽ ഇസ്ലാമിക ജിഹാദികൾ ആ പാലാ ബിഷപ്പിനെ വളയാൻ പോയ സമയത്ത് നിരോധിത സംഘടനയായിട്ടുള്ള പോപ്പുലർ ഫ്രണ്ടിന്റെ SDPയുടെ ആൾക്കാരടക്കം പോയ സമയത്തായാലും വേണ്ടില്ല. ഇനി മറ്റൊരു ചർച്ചിലെ ഒരു പുരോഹിതന് നേരെ വാഹനം ഓടിച്ചു കയറ്റി അദ്ദേഹത്തെ കൊല്ലാൻ ശ്രമിച്ച സമയത്തും എല്ലാ സമയത്തും ഇവരെ പ്രത്യക്ഷത്തിൽ തന്നെ അവരെ സഹായിച്ച ഒരു സംഘടന അതല്ലെങ്കിൽ രാഷ്ട്രീയ പാർട്ടി തന്നെയാണ് BJP. ഈ BJP ആണ് ഇപ്പോൾ ഈ പറയുന്ന BJPയുടെ 3 പ്രവർത്തകർ നിയമാനുസൃതമല്ലാത്ത ഒരു കാര്യം ഒരു ഗവൺമെന്റ് സ്കൂളിൽ നടന്നത് കണ്ടപ്പോൾ ചോദ്യം ചെയ്തതുമായി കൂട്ടിയിണക്കിക്കൊണ്ട് ക്രൈസ്തവരെ ആക്രമിച്ചു തുടങ്ങിയ BJP രാജ്യത്താകമാനമുള്ള ക്രൈസ്തവർക്കെതിരെ നടക്കുന്നത് ഇതാ കേരളത്തിലും തുടങ്ങിയെന്ന പ്രചാരണമൊക്കെ കൊടുക്കുന്നത്. എങ്ങനെയാണ് സർ അതിനെയും കൂടെ നോക്കിക്കാണുന്നത്? ക്രൈസ്തവ സമൂഹത്തെ ഇത്രയും കാലം പൊട്ടൻ കളിപ്പിക്കുന്ന ഒരു രീതി ഇന്ത്യയിലെമ്പാടും ഉണ്ടായിരുന്നു. പക്ഷെ ഇന്നത് നടക്കില്ല. അതായത് തിരഞ്ഞെടുപ്പ് വരുമ്പോൾ അല്ലെങ്കിൽ ക്രിസ്തുമസ് വരുമ്പോൾ ഇന്ത്യയിലെ ഏതെങ്കിലും ഒരു ഭാഗത്ത് ഒരു അസ്വസ്ഥത സൃഷ്ടിച്ചുകൊണ്ട് ക്രൈസ്തവ ദേവാലയങ്ങളും ക്രൈസ്തവരും ഇത് ആക്രമിക്കപ്പെടുന്നേ എന്ന് പറഞ്ഞിട്ടുള്ള വലിയ പരാതികളും ഇരവാദവും മുഴക്കിക്കൊണ്ട് ഉള്ള വലിയ പ്രകടനങ്ങൾ, മെഴുകുതിരി കത്തിച്ചുള്ള പ്രാർത്ഥനാ പരിപാടികൾ ഇതൊക്കെ ഉണ്ടായിരുന്നു. പക്ഷെ ഇന്ന് ക്രൈസ്തവ സമൂഹത്തിന് അത് മനസ്സിലായി കഴിഞ്ഞു. മണിപ്പൂർ വിഷയത്തിൽ അവരുടെ വികാരം കുത്തിയിളക്കാൻ വേണ്ടിയുള്ള ശ്രമം ഒട്ടുമേ വിജയിച്ചില്ല. അതുപോലെ തന്നെയാണ് ഇപ്പോൾ ഇത്തരം സംഭവ വികാസങ്ങൾ. അതിനെ തുടർന്ന് നമ്മൾ ശ്രദ്ധിച്ചാൽ മനസ്സിലാവും, മുൻപൊക്കെ ഇന്ത്യയിലെ ഏതെങ്കിലും ഒരു ഭാഗത്ത്, ഉത്തർപ്രദേശിലോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും ഒരു ഭാഗത്ത് ക്രൈസ്തവർക്കെതിരെ ഉണ്ടാകുന്ന ആക്രമണങ്ങൾ എന്ന് പറഞ്ഞുകൊണ്ട് ലോകം മുഴുവൻ വലിയ കോളിളക്കം സൃഷ്ടിക്കുകയും കേരളത്തിൽ വലിയ തോതിലുള്ള പ്രകടനങ്ങൾ നടത്തുകയും ഇവിടുത്തെ മാധ്യമങ്ങൾ അത് ഗംഭീരമായി ചർച്ച ചെയ്യുകയും സമൂഹത്തിൽ വലിയ അസ്വസ്ഥതകൾ സൃഷ്ടിക്കുകയും ഒക്കെ ചെയ്യുന്ന ഒരു പതിവുണ്ടായിരുന്നു. പക്ഷെ ഇത്തരം വിഷയങ്ങളൊന്നും ഇപ്പോൾ ഏശുന്നില്ല. എത്രമാത്രം എടുത്ത് പ്രയോഗിച്ചാലും ഹിന്ദുവിനെയും ക്രിസ്ത്യാനിയെയും തമ്മിൽ അകറ്റാൻ കഴിയുന്നില്ല. അതിന് വളരെ പ്രത്യക്ഷമായിട്ടുള്ള പല കാരണങ്ങളുമുണ്ട്. പാലാ ബിഷപ്പ് പറഞ്ഞ ലവ് ജിഹാദും നാർക്കോട്ടിക് ജിഹാദും അടക്കമുള്ള കാര്യങ്ങൾ നിഷേധിക്കാൻ വയ്യാത്ത യാഥാർത്ഥ്യങ്ങളാണ് കേരളത്തിൽ. പക്ഷേ ഇന്ത്യയിലെ ക്രിമിനൽ പ്രൊസീജിയർ കോഡിനകത്ത് ലവ് ജിഹാദ്, നാർക്കോട്ടിക് ജിഹാദ് എന്ന 2 വാക്കുകൾ അന്നുള്ളവർ എഴുതി ചേർത്തില്ല. കാരണം അന്ന് ഇതൊന്നും ചിന്തിക്കാൻ പോലും പറ്റില്ല. അതുകൊണ്ട് നിയമരംഗത്തേക്ക് വരുമ്പോൾ, കോടതിയിൽ വരുമ്പോൾ, അല്ലെങ്കിൽ നിയമപുസ്തകങ്ങൾ എടുത്ത് പരിശോധിക്കുമ്പോൾ അവിടെയൊന്നും നമുക്ക് കാണാൻ കഴിയില്ല എന്ത് ഈ തരത്തിലുള്ള ഒരു കുറ്റകൃത്യമുണ്ട് എന്ന് കാണാൻ കഴിയില്ല. ഇപ്പോൾ നമുക്കറിയാം, സൈബർ ലോ നിലവിൽ വരുന്നതിന് മുമ്പ് സൈബർ കുറ്റകൃത്യങ്ങൾ നമ്മളുടെ ക്രിമിനൽ പ്രൊസീജിയർ കോഡിൽ ഉണ്ടായിരുന്നില്ല. പക്ഷെ പിന്നീട് സൈബർ ലോ ഉണ്ടായി, സൈബർ നിയമങ്ങൾ ഉണ്ടായി കഴിഞ്ഞപ്പോൾ അത് വന്നു എന്ന് പറയുന്ന പോലെ തന്നെയാണ് നാർക്കോട്ടിക് ജിഹാദും ലവ് ജിഹാദും ലാൻഡ് ജിഹാദും അടക്കമുള്ള നിരവധി ജിഹാദുകൾ ഇനി നമ്മുടെ ഈ പറഞ്ഞ ക്രിമിനൽ പ്രൊസീജിയർ കോഡിൽ ഉൾപ്പെടുത്തുന്നത് വരെ അങ്ങനെ ഒരു പ്രശ്നമില്ല എന്ന് പറയേണ്ടി വരും. ആർക്ക്? കോടതിക്ക്. പക്ഷെ യാഥാർത്ഥ്യത്തിൽ ഇതൊക്കെ ഇവിടെ ഉണ്ട്, ജനങ്ങൾ ഇത് അനുഭവിക്കുന്നുണ്ട്. ഈ വസ്തുതയാണ് പാലാ ബിഷപ്പ് അവരുടെ സ്വകാര്യ യോഗത്തിൽ, പരസ്യമായിട്ടല്ലെന്ന് ഓർക്കണം, അവരുടെ സ്വകാര്യ യോഗത്തിൽ വിശ്വാസികൾക്ക് മുന്നറിയിപ്പായിട്ട് നൽകിയത്. ആ സമയത്താണ് പാലായുടെ അരമന, അതായത് ബിഷപ്പ് ഹൗസ് ആക്രമിക്കാൻ തൊട്ടടുത്ത് ഉള്ള നഗരസഭയായ ഈരാറ്റുപേട്ട നഗരസഭയിൽ നിന്നും ഇസ്ലാമിക് സ്റ്റേറ്റിന്റെ തീവ്രവാദികൾ കടന്നു വന്നത്. അന്ന് ഇവിടുത്തെ കോൺഗ്രസിന്റെ പ്രതിപക്ഷ നേതാവ് VD സതീശൻ പറഞ്ഞത് പാലാ ബിഷപ്പിനെ അറസ്റ്റ് ചെയ്ത് ജയിലിൽ അടയ്ക്കണം എന്നാണ്. ഇന്നും ആ വാക്കുകൾ അദ്ദേഹം പിൻവലിച്ചിട്ടില്ല. കാരണം പിൻവലിച്ചാൽ VD സതീശന്റെ തല കാണുകയില്ല, അല്ലെ കൈ കാണുകയില്ല. അതുകൊണ്ട് പാലാ ബിഷപ്പിനെ ജയിലിൽ അടയ്ക്കണമെന്നുള്ള അദ്ദേഹത്തിന്റെ പ്രസ്താവന ഇന്നും നിലനിൽക്കുന്നു. അവിടെ ഇടതുപക്ഷത്തെ സംബന്ധിച്ചിടത്തോളം ഇസ്ലാമിക ശക്തികളെ പിന്തുണയ്ക്കല്ലാതെ മറ്റു മാർഗ്ഗമില്ല.